എന്തൊക്കെയാണ് കോളൻ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ? കൊളറക്ടൽ ക്യാൻസർ, വൻകുടലിലെ ക്യാൻസർ ആരംഭഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണിക്കണമെന്നില്ല. നമ്മുടെ നോർമലായിട്ടുള്ള നമ്മുടെ ടോയ്ലറ്റ് ശീലങ്ങൾക്ക് വരുന്ന ഒരു ചെറിയ വ്യത്യാസമായിരിക്കാം ഒരു ആരംഭ ലക്ഷണം. അതായത് നമ്മൾ ഒരു ദിവസം ടോയ്ലറ്റിൽ പോകുന്ന ആവൃത്തിയിൽ വരുന്ന വ്യത്യാസം, ചെറിയ രീതിയിൽ ഉണ്ടാകുന്ന നമ്മുടെ ടോയ്ലറ്റിൽ പോകുന്ന ഫ്രീക്വൻസിയിൽ ഉണ്ടാകുന്ന കുറവ് അല്ലെങ്കിൽ കൂടുതൽ, അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന വയറിളക്കത്തിൽ ചെറിയ നിറം വ്യത്യാസം, ഇതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഒരു പ്രാരംഭഘട്ടത്തിൽ കാണിക്കുന്നത്. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ മലത്തിലൂടെ അമിതമായി രക്തസ്രാവം ഉണ്ടാവുക, അല്ലെങ്കിൽ ഒട്ടും മലം പോവാതെ കംപ്ലീറ്റ് നല്ല മലബന്ധമായി വരിക, എന്നിവയൊക്കെ ചിലപ്പോൾ വളരെ ലേറ്റ് ആയിട്ടുള്ള പ്രസൻറ്റേഷൻ ആവാം. അപ്പോൾ ചെറിയൊരു വ്യത്യാസം പോലും നമ്മുടെ നോർമൽ ടോയ്ലറ്റ് ബിഹേവിയറിൽ നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ അതിനുള്ള ചികിത്സ അല്ലെങ്കിൽ അതിനുള്ള പരിശോധനകൾ നമ്മൾ ചെയ്യണം. രക്തസ്രാവവും മലബന്ധവും ഒക്കെ ഒരുപാട് ലേറ്റ് ആയിട്ടുള്ള ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാവാം. മിക്കവാറും അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. അതുപോലെ തന്നെ ഇതോടൊപ്പം തന്നെ വയ്ക്കാവുന്നതാണ് ശരീരത്തിൻ്റെ ഭാരം കുറയുക, അമിതമായ ക്ഷീണം, നമ്മൾ എന്തിനെങ്കിലും വേണ്ടി ബ്ലഡ് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ കാണുന്ന ബ്ലഡിൻ്റെ അംശത്തിൽ, ഹീമോഗ്ലോബിൻ്റെ അംശത്തിൽ വളരെ കുറവ് കാണിക്കുക, തുടങ്ങിയവയൊക്കെ കോളൻ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളായി നമുക്ക് വരാവുന്ന കാര്യങ്ങളാണ്. ഒരു 40 വയസ്സ് കഴിഞ്ഞ വ്യക്തിക്ക് മലത്തിൻ്റെ കൂടെ രക്തത്തിൻ്റെ അംശം കാണുകയാണെങ്കിൽ ആ വ്യക്തി എന്തായാലും കോളൻ ക്യാൻസർ ഇല്ല എന്ന് ഉറപ്പുവരുത്താനുള്ള പരിശോധനകൾ ചെയ്യേണ്ടതാണ്. നമുക്കറിയാം, മലത്തിലൂടെ രക്തം പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പൈൽസ് പോലുള്ള അസുഖമാണെങ്കിലും ഏതൊരു വ്യക്തിക്കും, ഒരു പ്രായമായൊരു വ്യക്തി, ഒരു 40 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയിലും മലത്തിൽ രക്തത്തിൻ്റെ അംശം കാണുകയാണെങ്കിൽ ആ വ്യക്തിക്ക് കുടലിൽ വേറെ അസുഖങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കാനായി കൊളനോസ്കോപ്പി, സിഗ്മോയിഡോസ്കോപ്പി പോലുള്ള ഒരു എൻഡോസ്കോപ്പിക് പ്രൊസീജിയർ ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ മലത്തിൽ രക്തത്തിൻ്റെ അംശം കാണുന്ന ഒരു വ്യക്തി ചെയ്യേണ്ട പരിശോധനയുടെ പേരാണ് കൊളനോസ്കോപ്പി. അതായത് നമ്മുടെ മലത്തിൽ കാണുന്ന രക്തത്തിൻ്റെ സ്രോതസ് ഏതാണെന്നും സംശയാസ്പദമായ ഏതെങ്കിലും ഭാഗം കുടലിൽ കാണുകയാണെങ്കിൽ അവിടെ നിന്നും ബയോപ്സി എടുത്ത് പരിശോധിക്കാനും ചെയ്യുന്ന പ്രൊസീജിയറിൻ്റെ പേരാണ് കൊളനോസ്കോപ്പി. ഇത് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ്. ഇതൊരു ഡേ കെയർ പ്രൊസീജിയറാണ്. ഇതിനുവേണ്ടി ആളെ പൂർണ്ണമായും അയക്കേണ്ടതില്ല. നിങ്ങൾക്ക് രാവിലെ വന്ന് പ്രൊസീജിയർ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകാവുന്ന ഒരു പ്രൊസീജിയറാണ്. ഡേ കെയർ പ്രൊസീജിയറാണ് കൊളനോസ്കോപ്പി എന്ന് പറയുന്നത്. നമുക്ക് ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻസ് വച്ച് നോക്കുകയാണെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകളും, അവർക്ക് ചിലപ്പോൾ ഈ മലത്തിലൂടെ രക്തം പോകുന്ന സിംറ്റംസ് ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. എന്നാലും 50 വയസ്സ് കഴിഞ്ഞ എല്ലാ ആൾക്കാരും അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും കൊളനോസ്കോപ്പി എന്നൊരു പരിശോധന ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇതിനെയാണ് നമ്മൾ സ്ക്രീനിങ് കൊളനോസ്കോപ്പി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ മിക്കവാറും കോളൻ ക്യാൻസറുകൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളൊന്നും കാണിക്കത്തില്ല. അതിൻ്റെ തുടക്കഘട്ടങ്ങളിൽ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളൊന്നും കാണിക്കുകയില്ല. അപ്പോൾ ഈ തുടക്കഘട്ടത്തിൽ തന്നെ ഈ കോളൻ ക്യാൻസറിനെ കണ്ടെത്തുവാനായി ഈ സ്ക്രീനിങ് കൊളനോസ്കോപ്പിയിലൂടെ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് സംശയാസ്പദമായ പോളിപ്പുകളുണ്ടെങ്കിൽ ഈ കൊളനോസ്കോപ്പി പ്രൊസീജിയർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കത് എടുത്തു മാറ്റാനും സാധിക്കും. അപ്പോൾ എല്ലാ ആളുകളും, ഒരു 50 വയസ്സ് കഴിഞ്ഞ ആളുകളും അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും ഒരു കൊളനോസ്കോപ്പി ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈ കോളൻ ക്യാൻസർ പ്രാരംഭഘട്ടത്തിലുണ്ടോ എന്ന് നേരത്തെ കണ്ടെത്തുവാനും സാധിക്കും. പോളിപ്സ്, ഈ കോളോണിക് പോളിപ്സ് ആണ് സത്യം പറഞ്ഞാൽ പിന്നീട് കോളൻ ക്യാൻസറായി രൂപമാറ്റം സംഭവിക്കുന്നത്. അപ്പോൾ ഈ കോളൻ പോളിപ്സിനെ ആ ഒരു ഫേസിൽ തന്നെ നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് പിന്നീട് കോളൻ ക്യാൻസർ വരാനുള്ള സാധ്യത കുറയുകയാണ്. അപ്പോൾ ആ പോളിപ്പിനെ റിമൂവ് ചെയ്യാനും ഈ കൊളനോസ്കോപ്പിയിലൂടെ സാധിക്കും. ഐഡിയലി സ്ക്രീനിങ് കൊളനോസ്കോപ്പി നമ്മൾ പറയുന്നത് 10 വർഷത്തിലൊരിക്കലാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ഒരു സാഹചര്യത്തിൽ അത് പോസിബിൾ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 50 വയസ്സ് കഴിഞ്ഞ ആളുകൾ ഒരു തവണയെങ്കിലും അവരുടെ ജീവിതത്തിൽ ഒരു സ്ക്രീനിങ് കൊളനോസ്കോപ്പി ചെയ്യുകയാണെങ്കിൽ അവർക്ക് കുടലിലെ ക്യാൻസർ വരാനുള്ള സാധ്യതകൾ കുറയ്ക്കാൻ സാധിക്കും.